Good afternoon. Good afternoon, ma'am. Okay, good afternoon. Good afternoon. Good afternoon, ma'am. Okay, good afternoon. ഫസ്റ്റ് ടൈം കാണുകയാണല്ലേ? ഒന്നും കേൾക്കുന്നില്ല. എന്താണ് സൗണ്ട് കേൾക്കുന്നില്ല? എല്ലാവർക്കും കേൾക്കുന്നില്ലേ പറയുന്നത്? ഓക്കെ കേൾക്കുന്നില്ലേ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. എന്റെ പേര് വന്ദന എന്നാണ് കേട്ടോ. എന്റെ പേര് വന്ദന എന്നാണ്. ഓക്കെ മഹി, എല്ലാവരും പേരുണ്ട് ഇപ്പോ ക്ലാസ്സിലെ 35 പേരുണ്ട് അല്ലെ? എല്ലാവരും എവിടേക്കുള്ള ആളുകളാണ്? ഓക്കെ ശ്രുതി ഗുഡ് ആഫ്റ്റർനൂൺ, മാളവിക ഗുഡ് ആഫ്റ്റർനൂൺ. എവിടേക്കുള്ള ആളുകളാണ്? ഇവിടെ അടുത്തുള്ളവർ ആരെങ്കിലും ഉണ്ടോ? കോട്ടയം. ഓക്കെ, കൊല്ലം പെരുമ്പാവൂർ തൃശ്ശൂർ അല്ലെ? മാളവികയുടെ വീട് തൃശ്ശൂരാണോ? ഓക്കെ, കൊട്ടാരക്കര, പത്തനംതിട്ട, പാലക്കാട്, കുറെ പേരുണ്ട് അല്ലേ? പറവൂരാണ് അല്ലെ? മലപ്പുറം. ഓക്കെ ഓക്കെ. കോട്ടയം, പാലക്കാട്, പെരുമ്പാവൂർ അല്ലെ? പത്തനംതിട്ട. ഓക്കെ. ട്രിവാൻഡ്രം. എന്തെല്ലാവർക്കുമുള്ള ആളുകളുണ്ടല്ലേ? ഓക്കെ. നല്ല വലിയ പരിചയപ്പെടാം കേട്ടോ. നമുക്കറിയാലോ ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സെന്റ് തൃശ്ശൂരാണ് അല്ലേ? വീട് പത്തനംതിട്ട. ശരി, അപ്പൊ നമുക്ക് ക്ലാസ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിഷ മാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, നിഷ പറഞ്ഞിരുന്നല്ലോ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആകെ 52 ചാപ്റ്റേഴ്സുകളാണ് വരുന്നത് കേട്ടോ. 4 മൊഡ്യൂളുകളിലായിട്ട് 52ഓളം ചാപ്റ്റേഴ്സുകളാണ് വരുന്നത്. അപ്പോ വേറെ ടീച്ചേഴ്സും ഉണ്ട്, അവർക്ക് നിങ്ങൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓരോരുത്തർക്കായിട്ടും ഓഡിയോ ക്ലിയർ അല്ല. ഓക്കെ, വെയിറ്റ് ചെയ്യണേ. ഓഡിയോ ക്ലിയർ ഇല്ല, വോയിസ് നല്ല കുറവായിട്ട് കേൾക്കുന്നത്. ക്ലിയർ അല്ല. ഹലോ, കേൾക്കാനല്ലേ? ക്ലിയർ ആണ്. ഹലോ, കേൾക്കുന്നുണ്ടെങ്കിലും നല്ല സൗണ്ടിലല്ല. ഇപ്പം കുഴപ്പമില്ല, അല്ലാതെ മിസ് പറയുമ്പോ ഇങ്ങനെ കട്ടായി ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അൻസിലൊന്ന് മ്യൂട്ട് ചെയ്യാമോ? അൻസിലൊന്ന് മ്യൂട്ട് ചെയ്യണോ കേട്ടോ. ഓക്കെ, ഇപ്പൊ പ്രശ്നമില്ലല്ലോ, വോയിസ് ഒക്കെ ഓക്കെ ആണല്ലോ. ശരി, അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് 4 മൊഡ്യൂളുകളാണ് വരുന്നത് കേട്ടോ. 4 മൊഡ്യൂളുകളിലായിട്ട് ടോട്ടൽ നിങ്ങൾക്ക് 52 ചാപ്റ്റേഴ്സുകളാണ് പഠിക്കാനായിട്ടുള്ളത്. എന്നെ കൂടാതെ വേറെ മിസ്മാര് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഓരോ ടീച്ചേഴ്സിനായിട്ട് ഓരോരോ പോർഷൻസ് ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
പിന്നെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ പൊതുവെ ഓൺ മ്യൂട്ട് ചെയ്തിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അറിയാലോ, നിങ്ങൾക്കും ബുദ്ധിമുട്ട് വരരുത്, എനിക്കും ബുദ്ധിമുട്ട് വരരുത്. അതേ രീതിയിൽ ഓൺ മ്യൂട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് കേട്ടോ. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാം. നമ്മൾ 1 മണിക്കൂറിന്റെ ക്ലാസ് ആണല്ലോ. അപ്പൊ ക്ലാസ് കഴിയുന്നതിന്റെ ഒരു 5 to 10 minutes മുമ്പ് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കും. അപ്പൊ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചാൽ ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അന്നേരം നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അതല്ല, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണം, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യുകയാണെങ്കിൽ, സ്പീഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡെയിലി നിങ്ങൾക്ക് ഓരോ ടീച്ചേഴ്സും അവിടെ എടുക്കുന്ന പോർഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് വീതം മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിനകത്തേക്ക് ഇട്ട് തരും കേട്ടോ. അപ്പോ നിങ്ങൾക്കറിയാലോ നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് കേട്ടോ, ഡിസ്ക്രിപ്റ്റീവ് അല്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അപ്പോ അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് മാത്രമല്ല ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകളും കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാര്യം അതേ മോഡലിൽ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഒക്കെ വരുമ്പോൾ ടൈം മാനേജ് ചെയ്യാനും അതിനൊക്കെ ഒരു പ്രാക്ടീസ് കിട്ടും. ഓക്കെ. അത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് നാളുകൾക്കൊക്കെ ശേഷം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? കുറെ നാളുകൾക്കൊക്കെ ശേഷം അങ്ങനെ വല്ലവരും ഉണ്ടോ ഇവിടെ ക്ലാസ്സില്? ഉണ്ട്. ഓക്കെ. അങ്ങനെയുള്ള അവരുണ്ടായിരിക്കാം, ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ. ഓക്കെ, കൃതി ഉണ്ട് അല്ലെ? കൃതി മാത്രമേ ഉള്ളൂ, വേറെ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? വിസ്മയ അല്ലെ? ഓക്കെ. ശരി ശരി, ക്ലിയർ ആയില്ല എനിക്ക് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ജോലി ചെയ്യുന്ന ആളുകളും എല്ലാവരും ഉണ്ടായിരിക്കും. ആരും നമ്മൾ അതായത് എല്ലാവർക്കും ക്ലാസ് കിട്ടാൻ പാകത്തിലുള്ള രീതിയിൽ മലയാളത്തിൽ തന്നെയായിരിക്കും നമ്മൾ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ അതൊന്നും ഓർത്താലും ടെൻഷൻ ആവണ്ട. അപ്പൊ അറിയാലോ, ഒരു ക്ലാസ് എന്ന് പറയുന്ന എല്ലാ ലെവലിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും കൺസിഡർ ചെയ്തിട്ട് തന്നെ മാക്സിമം നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ വേറെ കാര്യങ്ങള് വേറെ കൂടുതലൊന്നും പറയാനില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നല്ല ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എല്ലാവരും മേടിച്ചോ? ടെക്സ്റ്റ് ബുക്ക് മേടിച്ചിരുന്നു എല്ലാവരും? മേടിച്ചു അല്ലേ? ഓക്കെ ഓക്കെ. മേടിച്ചിട്ടില്ല, ഫിസ മേടിച്ചിട്ടില്ല. കുഴപ്പമില്ല. ഓർഡർ കൊടുത്തിട്ടില്ലേ നിങ്ങള്? ടെക്സ്റ്റ് ബുക്കിനുള്ള ഓർഡർ കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ നാട്ടിലേക്ക് വന്നേ. ഓക്കെ ഓക്കെ, ചോദിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? കുഴപ്പമില്ല, ഓർഡർ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ ഓർഡർ കൊടുത്തോളൂ എത്രയും പെട്ടെന്ന് തന്നെ കേട്ടോ. കാരണം നമ്മൾ ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പോ ഇപ്പൊ തൽക്കാലം ടെക്സ്റ്റ് ഇല്ലാത്ത ആളുകൾ ജസ്റ്റ് ഒരു നോട്ടിൽ വേണമെങ്കിൽ പോയിന്റ്സ് ഒക്കെ പറയുന്നത് എഴുതി വെച്ചോട്ടെ. നമ്മൾ വേറെ അഡീഷണൽ നോട്ടുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണില്ല. ഈ ഒരു PDF-ലുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അതിനപ്പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ ചില ആളുകൾ ഇപ്പോ ക്ലാസ് കേൾക്കുമ്പോൾ ലെക്ചർ നോട്ട് പോലെയൊക്കെ എഴുതുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, ചിലപ്പോ ഉണ്ടായിരിക്കും. അത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ അങ്ങനെ ചെയ്തോട്ടെ. നിങ്ങൾക്ക് എന്താണോ പഠിക്കാനായിട്ട് സൗകര്യം ഏതാന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോ എന്തെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും വല്ല ടേംസോ അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡിന്റെ മീനിങ് ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ സൗകര്യം അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് കേട്ടോ. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞതൊക്കെ ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? കുഴപ്പമൊന്നുമില്ലല്ലോ? ശരി. പിന്നെ ഞാൻ ആദ്യം തുടക്കം വളരെ സ്ലോവിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ, ഒത്തിരി സ്പീഡിലൊന്നും പോകുന്നില്ല. 2-3 ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു ട്രാക്കിലോട്ട് വരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഇതിലേക്ക്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ നിങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിലവിൽ ഹിസ്റ്ററി എടുക്കുന്നുണ്ടെന്നോന്നുന്നു, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. അപ്പോ എനിക്ക് അസൈൻ ചെയ്ത് തന്ന ചാപ്റ്റർ മൊഡ്യൂൾ 1-നകത്ത് 2-3 ചാപ്റ്റേഴ്സ് 4 ഉണ്ട്.
പിന്നെ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ 1 വരുന്ന ഈ പറയുന്ന ചാപ്റ്റേഴ്സുകളൊക്കെ ഞാനാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓരോ മിസ്മാരുടെ പേര് എഴുതി വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെ പോർഷനാണ് ആരൊക്കെയാണ് എടുക്കണേന്ന് അറിയണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ശരി, എന്നാ നമുക്ക് തുടങ്ങാം. വളരെ മിസ്സിന്റെ പേരൊന്നും കൂടെ പറയാമോ? എന്താണ് എന്താണ് നീത പേരൊന്നും കൂടെ പറയാമോ? മിസ്സിന്റെ പേര് ഒന്നും കൂടെ വന്ദന എന്നാണ് പേര്. വന്ദന എന്നാണ് പേര്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കുകയാണേ. അസിയ, ഞാനത് അടുത്ത ദിവസം പറയാം കേട്ടോ. ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണ് എന്നുള്ളത് ഞാൻ അടുത്ത ദിവസം ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ. ഈ മൊഡ്യൂള് 1 ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സുകൾ ക്ലാസിഫിക്കേഷൻ, ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ കേട്ടോ. 5th ചാപ്റ്റർ ആണ് ഡിപ്പാർട്ട്മെന്റ്സ് ഞാനാണ് എടുക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു മൊഡ്യൂൾ 1 ചാപ്റ്റർ നമ്പർ 11 ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. ചാപ്റ്ററിന്റെ പേരൊന്ന് ശ്രദ്ധിക്കണേ. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU, അതും ഞാനാണ് എടുക്കുന്നത് കേട്ടോ. മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2-നും 3-നും 4-ലൊക്കെ ഉള്ളത് ഞാൻ അടുത്ത ദിവസം പറയാം കേട്ടോ. ഓക്കെ, തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്ക്, നിങ്ങൾ എല്ലാവരും ഓക്കെ ആണോ? റെഡി ആണോ? ഊണൊക്കെ കഴിച്ചോ എല്ലാവരും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ക്ലാസിഫിക്കേഷൻ, ഡിപ്പാർട്ട്മെന്റ്സ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. മൊഡ്യൂൾ 1 വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഇത് ഞാനായിരിക്കും എടുക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ശരി, എന്നാ തുടങ്ങാം. ചാപ്റ്റർ നോക്കിക്കോളൂ കേട്ടോ. ചാപ്റ്റർ നമ്പർ 4 ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. വളരെ എളുപ്പമുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് മിക്കവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. ഈസിയാണ് നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് പോവാണ്. നമുക്കറിയാം അല്ലെ, നമ്മുടെ ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഹോസ്പിറ്റലുകൾ തൊട്ട് വളരെ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി, ആ രീതിയിലുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഒരുപാടുണ്ട് അല്ലെ. നമുക്ക് തന്നെ നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഓരോ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ ചില സവിശേഷതകളുണ്ട്, അതിൻ്റെതായ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ. ചെറിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള റിസോഴ്സുകൾ മാത്രമേ അവിടെ ഉണ്ടായിരിക്കൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം നമുക്കൊരു മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ ആകുമ്പോൾ കുറെ കൂടെ റിസോഴ്സസ് ധാരാളമായിട്ടുണ്ടായിരിക്കും അവർക്ക് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്, അതിനനുസരിച്ചുള്ള ഒരുപാട് സേവനങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അങ്ങനെ ഓരോ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നേക്കാളും ഏറ്റവും സൗകര്യം എന്താണ്, നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് മനസ്സിലാക്കാന്നുള്ളതാണ് അതാണ് ഏറ്റവും നല്ലത് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ട് നമ്മളൊരു 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കുന്നത്. 6 ഫാക്ടേഴ്സിനെയാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പല രീതിയിൽ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്ത് അതിന്റെ കുറെ പ്രത്യേകതകള്, പിന്നെ അതിന്റെ കുറെ എക്സാമ്പിളുകള്, പിന്നെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ ചാപ്റ്റർ ആണ്, എളുപ്പമാണ് കേട്ടോ പഠിക്കാൻ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് തുടങ്ങാം കേട്ടോ. സ്ക്രീൻ നോക്കിക്കോളൂ കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ സ്ക്രീൻ നോക്കുക. There are different types of hospital and each type has its own characteristics, strengths and limitations. Owing to the variation in types, it is necessary to classify to understand its type. നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ, ക്ലാസിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. നോക്കുക, the hospital can classified on the following basis. നമ്മൾ ഹോസ്പിറ്റലിനെ പ്രധാനമായിട്ടും ഒരു 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ് 6 ഫാക്ടേഴ്സ്? ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സൈസ് ആണ് അല്ലെ. ഫസ്റ്റ് വൺ എന്താണ്? സൈസ് ആണ്, അതായത് വലുപ്പമാണ്. ഇവിടെ വലുപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരിക്കലും എന്താണ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ ബിൽഡിങ്ങിന്റെ വലുപ്പമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. വേറൊരു കാര്യമാണ്, നമുക്ക് അതിലോട്ട് വരാം കേട്ടോ. ഒന്നാമത്തെ എന്താണ്? സൈസ് ആണ് കേട്ടോ, വലുപ്പമാണ്.
രണ്ടാമത്തേത് വരുന്നത് ലെവൽ ഓഫ് കെയർ ആണ് കേട്ടോ. ലെവൽ ഓഫ് കെയർ അതായത് ഒരു പരിചരണത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ്, ഒരു നിലവാരം അല്ലെ. നമ്മൾ പറഞ്ഞു ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള റിസോഴ്സസേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള കെയറിങ് മാത്രം, ആ ഒരു ലെവൽ ഓഫ് കെയർ മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റൂ. അതേസമയം കുറെ കൂടെ വലിയ ഹോസ്പിറ്റൽ ആകുമ്പോഴോ ലെവൽ ഓഫ് കെയർ കൂടുതലായിരിക്കും അല്ലെ. കാരണം അതിനനുസരിച്ചുള്ള റിസോഴ്സസ്, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള ലെവൽ ഓഫ് കെയർ ആയിരിക്കും കൊടുക്കുക. ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് രണ്ടാമത്തെ ലെവൽ ഓഫ് കെയർ ആണ് കേട്ടോ. മൂന്നാമത്തെ നമ്മൾ പറയുന്നത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ് കേട്ടോ. അതാണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ഹോസ്പിറ്റലുകളും അവർ ഓഫർ ചെയ്യുന്ന ചില സ്പെഷ്യലൈസ്ഡ് കെയർ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ ഓങ്കോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ ഓങ്കോളജി അതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് ചികിത്സ കൊടുക്കുന്ന ഒരു വിഭാഗം, ക്യാൻസർ സ്പെഷ്യലൈസ്ഡ് അല്ലെ. ഇപ്പൊ നമ്മൾ കാർഡിയോളജി എന്ന് പറയുന്നത് എന്താണത്? ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലെ. അതായത് ഹൃദ്രോഗ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിനുള്ള ട്രീറ്റ്മെന്റുകളായിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവാം. അങ്ങനെ എന്താണോ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്നത് അതിനെ ബേസ്, അതാണ് അവിടെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തുകൊണ്ടും നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് ഓണർഷിപ്പ് ആണ്, അതായത് ഉടമസ്ഥ അവകാശമാണ്. ഉടമസ്ഥ അവകാശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, നമുക്കറിയാവുന്നല്ലേ. അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓണർഷിപ്പ്, ഉടമസ്ഥ അവകാശത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നതാണ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചികിത്സാ സമ്പ്രദായങ്ങളാണ് കേട്ടോ, വൈദ്യശാസ്ത്ര രീതിയാണ്. ഇപ്പോ അലോപ്പതിക് മെഡിസിൻ ഉണ്ട് അല്ലെ, ആയുർവേദം ഉണ്ട്, ഹോമിയോ ഉണ്ട്, യുനാനി ഉണ്ട്, സിദ്ധയുണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇതെല്ലാം എന്താണ് സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആണ് അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ പോലെയല്ല അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ഒരുവിധപ്പെട്ട എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസും നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലെ. ഈ പറയുന്ന എല്ലാം ഉണ്ടല്ലോ, അലോപ്പതി ഉണ്ട്, ഹോമിയോ എല്ലാം ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അത് അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതാണ് സിസ്റ്റം ഓഫ് മെഡിസിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ദെൻ വരുന്നത് ആറാമത്തെ ലെങ്ത് ഓഫ് സ്റ്റേ ആണ് കേട്ടോ. അതായത് താമസത്തിന്റെ ദൈർഘ്യമാണ്. ആരുടെ താമസത്തിന്റെ ദൈർഘ്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റിന്റെയാണ് കേട്ടോ. ആരുടെയാണ്? പേഷ്യന്റിന്റെയാണ്. എന്ന് പറഞ്ഞാല് രോഗികള് അവരുടെ ചികിത്സയുടെ ഭാഗമാണ് അവർക്കൊരു ഹോസ്പിറ്റലില് അവര് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരുന്ന ആ ഒരു ദിവസങ്ങള് അല്ലെങ്കിൽ ആ ഒരു ലെങ്ത്, ആ ഒരു കാലദൈർഘ്യം അല്ലെ. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ആ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുന്നോട്ടെ എല്ലാവർക്കും. ഈ പറയുന്ന പോലെ ലാംഗ്വേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. സ്പീഡ് കൂടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് 6 ഫാക്ടേഴ്സ്? ഒന്ന് നമ്മുടെ സൈസ് ആണ് കേട്ടോ, അതായത് വലിപ്പം. ദാറ്റ് മീൻസ് ആ ഒരു നമ്മൾ അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് വലിപ്പം. പിന്നെ വരുന്നത് ലെവൽ ഓഫ് കെയർ ആണ് കേട്ടോ. പരിചരണത്തിന്റെ നിലവാരമാണ്. പരിചരണത്തിന്റെ നിലവാരം ഓരോ ഹോസ്പിറ്റലിലും ഏത് സ്റ്റാൻഡേർഡ് ഓഫ് ലെവലിലാണ് അവർ ആ ഒരു കെയർ കൊടുക്കുന്നത്, അതിനെ ബേസ് ചെയ്ത് നമുക്ക് തിരിക്കാം. പിന്നെ മൂന്നാമത്തത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ആണ്. ഓരോ ഹോസ്പിറ്റലും അവർ ഓഫർ ചെയ്യുന്ന ചില സ്പെഷ്യലൈസ്ഡ് കെയർ ഉണ്ട്, അതിനെ ബേസ് ചെയ്തുകൊണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ ഓണർഷിപ്പ് ആണ്, ഉടമസ്ഥാവകാശമാണ്. ഉടമസ്ഥാവകാശത്തിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നു. ദെൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആണ് കേട്ടോ, ചികിത്സാ സമ്പ്രദായങ്ങള് അല്ലെങ്കിൽ നമുക്ക് പറയാം വൈദ്യശാസ്ത്ര രീതികൾ അല്ലെ, അതിനെ ബേസ് ചെയ്തിട്ട്. പിന്നെ വരുന്നത് ലെങ്ത് ഓഫ് സ്റ്റേ ആണ്, താമസത്തിന്റെ ദൈർഘ്യം. ആരുടെ താമസത്തിന്റെയാണ്? പേഷ്യൻസ് അല്ലെ, അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് ചെലവഴിക്കേണ്ടി വരുന്ന ആ ഒരു ലെങ്ത് അല്ലെ, ആ ഒരു ദൈർഘ്യം, അതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യും. ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഫാക്ടർ എടുക്കാം. ഫസ്റ്റ് ഫാക്ടർ എന്താണ്? സൈസ് ആണ് കേട്ടോ. ഫസ്റ്റത്തെ ഫാക്ടർ എന്താണ്? സൈസ് ആണ്. എന്താണ് അവിടെ സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കിക്കേ. The size of a hospital is generally measured by the number of inpatient beds it offers. അത് ടെക്സ്റ്റ് ഉള്ളവരൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ
വെറുതെ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ നിങ്ങൾ. സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ഇറ്റ് ഓഫേഴ്സ് ആണ് കേട്ടോ. എന്താണ്? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ആണ് കേട്ടോ. അതായത് ഇൻപേഷ്യന്റ് ബെഡുകളുടെ എണ്ണമാണ് അവിടെ സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാല് ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ആണ് അല്ലെ, ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന പേഷ്യൻസ് ആണ്. അങ്ങനെ എത്രത്തോളം രോഗികളെ ഒരു ഹോസ്പിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്ത് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും, എത്ര ബെഡ്സുകൾ അവർക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഒരു ബെഡുകളുടെ എണ്ണമാണ് ഇവിടെ സൈസ് എന്നത് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റത്തെ പോയിന്റ് അതാണ് കേട്ടോ. സൈസ് ഓഫ് എ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ആണ് കേട്ടോ. ഇൻപേഷ്യന്റ് ബെഡുകളുടെ എണ്ണമാണ് അവിടെ സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? പിന്നെന്താ പറയുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് സൈസ് എ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എ സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഓർ എ ലാർജ് ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഹോസ്പിറ്റലിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ് മൂന്ന് ടൈപ്പ്? ഒന്ന് സ്മോൾ ഹോസ്പിറ്റൽ, സെക്കൻഡ് എന്താണ്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ലാർജ് ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. ഏതൊക്കെയാണ്? സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആൻഡ് ലാർജ് ഹോസ്പിറ്റൽസ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഓരോന്നിന്റെയും പ്രത്യേകതകളും പോയിന്റുകളും നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? സ്മോൾ ഹോസ്പിറ്റൽ ആണ് അല്ലെ. എന്താണ് അവിടെ പറയുന്നത് നോക്കി? നമുക്കറിയാം സൈസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ് ആണ്, ബെഡുകളുടെ എണ്ണമാണ് നമ്മൾ അവിടെ സൈസ് എന്ന് പറയുന്നത് അല്ലെ. ആദ്യത്തെ പോയിന്റും അത് തന്നെയാണ് കേട്ടോ. നോക്കിക്കേ, സ്മോൾ ഹോസ്പിറ്റലില് ദ ഹോസ്പിറ്റൽ വിത്ത് അപ്രോക്സിമേറ്റ്ലി 30 or less beds are generally recognized as a small hospital. എന്താണ് പറയുന്നത്? അതായത് ബെഡുകളുടെ എണ്ണം 30 അല്ലെങ്കിൽ 30-ൽ താഴെയോ ഉള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആദ്യത്തെ പോയിന്റ് ആണ് കേട്ടോ. നമ്പർ ഓഫ് ബെഡ്സ് എത്രയാണ് പറഞ്ഞത്? 30 or less than 30 ആണ് കേട്ടോ. 30-ഓ 30-ൽ താഴെയോ ബെഡുകളുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിൽ വെറുതെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ ഒക്കെ ഇല്ലേ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അവിടെ അങ്ങനെയല്ല, അതിന് ബെഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോ ബെഡുകളുടെ എണ്ണം 30-ഓ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്ത് എഴുതിക്കോ, എഴുതി വെച്ചോ കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എഴുതി വെച്ചോ നിങ്ങള്. ജസ്റ്റ് പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതി. എത്രയാണ് സ്മോൾ ഹോസ്പിറ്റൽ സൈസ്? എത്രയാണ് ബെഡുകളുടെ എണ്ണം? എത്രയാ? 30 or less than 30. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ വരുന്നത് ഇതാണ്, സ്മോൾ ഹോസ്പിറ്റൽസ് ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ കേട്ടോ. അപ്പൊ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അവർക്ക് വളരെ പരിമിതമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാവുമല്ലോ. അതൊരു പോയിന്റ് ആണ്. ദേ ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ്. അങ്ങനെ എഴുതി വെച്ചാൽ മതി. ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതമായിട്ടുള്ള റിസോഴ്സുകൾ മാത്രമേ അവിടെ ഉണ്ടായിരിക്കൂ അല്ലെ. റിസോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് മാത്രമല്ല, അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, സൗകര്യങ്ങൾ, അതൊക്കെ എന്തായിരിക്കും? കുറവായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ലിമിറ്റഡ് റിസോഴ്സുകൾ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു എന്താണ്? നോട്ട് ഓഫർ ദ ഹൈ എൻഡ് കെയർ അല്ലെ. വലിയൊരു ഹൈ എൻഡ് കെയർ അവർക്ക് കൊടുക്കാൻ പറ്റുമോ? വലിയൊരു നിലവാരത്തിലുള്ള പരിചയം നമുക്ക് കൊടുക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല അല്ലെ. കാര്യം എന്താണ്? ദേ ഹാവ് ഓൺലി ലിമിറ്റഡ് റിസോഴ്സസ് അല്ലെ. വളരെ കുറച്ച് റിസോഴ്സസുകൾ മാത്രമേ അവർക്ക് ഉണ്ടായിരിക്കൂ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത് നോക്കിയേ? മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ആർ സ്മോൾ ഹോസ്പിറ്റൽസ്, എസ്പെഷ്യലി ഇൻ ദ സബർബൻ ആൻഡ് റൂറൽ ഏരിയാസ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ മെജോറിറ്റി ഉള്ളതും എങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണ്? സ്മോൾ ഹോസ്പിറ്റൽ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ആർ ഡാഷ് ഹോസ്പിറ്റൽ. എന്താണ്? സ്മോൾ ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. ചെറിയ കാര്യം നോക്കൂ, പ്രത്യേകിച്ച് പറയുന്നുണ്ട് എസ്പെഷ്യലി ഇൻ സബർബൻ ആൻഡ് റൂറൽ ഏരിയാസ് കേട്ടോ. ഗ്രാമീണ പ്രദേശങ്ങളില് സബർബൻ ഏരിയ അറിയാലോ, ബിയോണ്ട് ദ സിറ്റി ബോർഡർ ആണ്. അപ്പൊ അവിടെയൊക്കെ എന്താണ്? കൂടുതലും ചെറിയ ഹോസ്പിറ്റൽ ആണ്. നമ്മുടെ ഇന്ത്യയിൽ എടുക്കാൻ കേരളം കിട്ടോ, ഇന്ത്യക്ക് ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ കൂടുതലും ഗ്രാമങ്ങളാണല്ലോ കൂടുതൽ. അപ്പൊ അവിടെയൊക്കെ മിക്കവാറും എന്തായിരിക്കും? ഇങ്ങനെയുള്ള സ്മോൾ ഹോസ്പിറ്റൽസുകളായിരിക്കും അധികം ഉണ്ടായിരിക്കുക കേട്ടോ. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല്
It is a common practice in small hospital to outsource the various services such as laboratory, radiology and pharmacy. എന്താണ് പറയുന്നത്? ചെറിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ ഈ പറയുന്ന ഒട്ടുമിക്ക സേവനങ്ങൾ എന്ത് ചെയ്യാണ്? ഔട്ട്സോഴ്സ് ചെയ്യാണ് അല്ലെ? ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പുറത്തോട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ? പ്രത്യേകിച്ച് നോക്കൂ, ലബോറട്ടറി ആയിക്കോട്ടെ, റേഡിയോളജി ആയിക്കോട്ടെ, ഫാർമസി ആയിക്കോട്ടെ, അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ അവിടെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം സേവനങ്ങൾക്ക് പുറത്തോട്ട് എഴുതി കൊടുക്കും. ഇപ്പൊ ഒരു ലാബ് ടെസ്റ്റ് ചെയ്യണം, ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം, എന്ത് ചെയ്യും? അത് പുറത്തോട്ട് എഴുതി കൊടുക്കും അല്ലെ? റേഡിയോളജി ടെസ്റ്റ്, ഒരു എക്സ്റേ എടുക്കേണ്ടി വന്നു, ഒരു സ്കാൻ ചെയ്യേണ്ടതായിട്ട് വന്നു, ഇതൊന്നും അവിടെ കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? അവര് പുറത്തോട്ട് എഴുതി കൊടുക്കും അല്ലെ? അതുപോലെ തന്നെയാണ് ഫാർമസി കേട്ടോ. അത് മാർക്ക് ചെയ്തോ കേട്ടോ, പോയിന്റുകൾ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് പോയിന്റുകൾ കേട്ടോ. ഫാർമസി, ഇപ്പൊ ഫാർമസി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നിപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക കുഞ്ഞു ഹോസ്പിറ്റലായാലും ഫാർമസി സൗകര്യങ്ങളൊക്കെ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ മൊത്തത്തിലൊന്ന് കണക്കാക്കിയിട്ടാണ് പറയുന്നത് ഫാർമസി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നു. ദെൻ അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്? എമർജൻസി കെയർ, intensive care and surgical care facilities are usually at a very basic level in the small hospitals. അത് മാത്രമല്ല, നമ്മളൊരു സ്മോൾ ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ എമർജൻസി കെയർ അല്ലെ, നമ്മൾ പെട്ടെന്ന് ഒരു അടിയന്തര പരിചരണങ്ങൾ അല്ലെങ്കിൽ തീവ്ര പരിചരണങ്ങൾ അല്ലെങ്കിൽ ശസ്ത്രക്രിയാ പരിചരണങ്ങൾ എല്ലാം തന്നെ ഏത് ലെവലിലായിരിക്കും? ആരൊക്കെ വെരി ബേസിക് ലെവലിലായിരിക്കും, ഏറ്റവും അടിസ്ഥാന രീതിയിൽ ഏറ്റവും ബേസിക് ലെവലിലായിരിക്കും അവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും. അതിനുള്ള സൗകര്യങ്ങളെ ആ ഹോസ്പിറ്റലിനകത്ത് ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? അപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ അവിടെ പഠിച്ചത് സ്മോൾ ഹോസ്പിറ്റലില്? ഒന്നാമത് നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് ബെഡ്സ് ആണ് അല്ലെ, ബെഡുകളുടെ എണ്ണമാണ് പറഞ്ഞത്. എത്രയാണ്? 30 or less than 30 അല്ലെ, 30 or 30 താഴെയോ ബെഡുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹോസ്പിറ്റലാണ് നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? They have limited resources അല്ലെ, വളരെ പരിമിതമായിട്ടുള്ള റിസോഴ്സുകൾ മാത്രമേ അവർക്കുള്ളൂ അല്ലെ. അതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ചിന്തിക്കാം, റിസോഴ്സസ് കുറവാകുമ്പോൾ എന്താണ്? They do not offer the high end care അല്ലെ, വലിയൊരു കെയർ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ they have limited resources. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? അതായത് they outsource the various services അല്ലെ. അവരെന്ത് ചെയ്യാണ്? ഫാർമസി, റേഡിയോളജി അല്ലെങ്കിൽ ലബോറട്ടറി പോലെയുള്ള സേവനങ്ങൾ അവര് ഔട്ട്സോഴ്സ് ചെയ്യാണ് അല്ലെ, പുറത്തോട്ട് അവര് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. പിന്നെന്താണ്? എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ ആർ അറ്റ് വെരി ബേസിക് ലെവൽ ഇൻ സ്മോൾ ഹോസ്പിറ്റൽ അല്ലെ. ചെറിയ സ്മോൾ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ്? എമർജൻസി കെയർ ആയിക്കോട്ടെ, ഇന്റൻസീവ് കെയർ ആയിക്കോട്ടെ, സർജിക്കൽ കെയർ എല്ലാം തന്നെ വളരെ ബേസിക് ലെവലിലായിരിക്കും ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് മനസ്സിലാക്കി വെക്കാം, മെജോറിറ്റി ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ആണ് എന്താണ്? സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞ പോയിന്റുകള്? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നോട്ട് ചെയ്ത് വെച്ചില്ല. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തൊന്ന് പഠിച്ചാൽ മതി, വേറൊന്നുമില്ല. ഈ പോയിന്റ് എഴുതി വെച്ചിട്ടില്ലേ, ഈ സെയിം പോയിന്റ് തന്നെ കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. അടുത്തത് നോക്കുക, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് അല്ലെ. മിഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, മിഡിലാണ് അല്ലെ. അതായത് സ്മോൾ ഹോസ്പിറ്റലിനും ലാർജ് ഹോസ്പിറ്റലിന്റെ ഇടയിലാണ് ആര് വരുന്നത്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ വരുന്നത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ നമുക്ക് കമ്പയർ ചെയ്ത് പറയാം. ഓക്കെ, നോക്കാം. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് ടിപ്പിക്കലി ഹാവിംഗ്, ഒരു മിനിറ്റ് ഇടാം, ഭയങ്കര ചൂട്, എന്ന് സ്പീഡ് കൂട്ടിട്ട് ഫാനിന്റെ. ഓക്കെ, mid-sized hospitals. Mid-sized hospitals typically having 30 to 100 beds are also very popular in India. ആദ്യത്തെ പോയിന്റ് എന്താണ്? 30 to 100 beds. നമ്മൾ സ്മോളിൽ എത്രയാ പറഞ്ഞത്? 30 or less than 30 ആണ് അല്ലെ. മിഡ് സൈസിൽ പറയുമ്പോൾ എത്രയാ വരുന്നത്? 30 to 100 beds ആണ് കേട്ടോ. 30 മുതൽ 100 വരെയാണ് പറയുന്നത്. അത്രയും ബെഡ്സുകളുള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മുടെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ. ഇനി അടുത്ത നോക്കി. പിന്നെ they have more resource than എന്നാണ് കേട്ടോ. അവിടെ then എന്നാണ് എഴുതി വെച്ചേക്കുന്നത്, തിരുത്തണം കേട്ടോ. then അല്ല than എന്നാണ് കേട്ടോ, കമ്പയർ ചെയ്ത് പറയുന്നതാണേ. അപ്പൊ ടെക്സ്റ്റ് ഉള്ളവരൊന്ന് തിരുത്തണം കേട്ടോ, than ആക്കാം, then അല്ല.
അപ്പൊ നോക്കുക, they have more resources than small hospitals and are better equipped to provide complex services. ആണോ? ടെക്സ്റ്റിൽ കറക്റ്റ് ആണ്, അപ്പൊ കുഴപ്പമില്ല. ഇതിനകത്ത് കറക്റ്റ് അല്ല, അതുകൊണ്ട് പറഞ്ഞേക്കാം. Better equipped to provide complex services. However, they are not so comprehensive as the large hospital. അപ്പൊ നമ്മൾ അതിനെ കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞത്. ഒരു മിഡിലാണല്ലോ എന്ന് പറഞ്ഞാൽ സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേ കൂടി ബെറ്റർ റിസോഴ്സിലാണ്. അതേസമയം എന്താണ്, ലാർജ് ഹോസ്പിറ്റലിന്റെ അത്ര കോംപ്രിഹെൻസീവും അല്ല, എന്ന് വെച്ചാൽ അതിന്റെ അത്ര വിപുലമായിട്ടുള്ള സേവനങ്ങളില്ല. അപ്പൊ ഏകദേശം രണ്ടിന്റെ ഇടയിലായിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ഒരു കമ്പാരിസൺ ആണ് അവിടെ പറയുന്നത് കേട്ടോ. എന്താണ്, they have more resources than small hospital but so not comprehensive as the large hospital. കേട്ടോ, സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടെ എക്യുപ്ഡ് ആണ്, കുറച്ചും കൂടെ റിസോഴ്സ് ഉണ്ട്. അതേസമയം എന്താണ്, ലാർജ് ഹോസ്പിറ്റലിന്റെ അത്ര റിസോഴ്സ് ഇല്ലതാണ്. അപ്പൊ ആ രീതിയിലാണ് അതിനെ കമ്പയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മാർക്ക് ചെയ്തു വെച്ചോട്ടോ, അതൊക്കെ പോയിന്റുകളാണ്. അടുത്തിട്ട് they generally offer reasonable level of emergency and intensive care and will have most of the clinical support services such as diagnostics as the in-house service. അപ്പോ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, they offer reasonable level of emergency and intensive care. അല്ലെ, കുറച്ചും കൂടെ ഒരു റീസണബിൾ ലെവൽ അല്ലെ, കുറച്ചും കൂടെ ഒരു ഹൈ പറയാൻ പറ്റില്ല, സ്മോളിനേക്കാളും ഒരു പടി മുന്നിട്ട് കുറച്ചും കൂടെ ഒരു റീസണബിൾ ലെവൽ ഓഫ് എമർജൻസി കെയറും ഇന്റൻസീവ് കെയറും ആണ് എവിടെ കൊടുക്കുന്നത്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിനകത്ത് കൊടുക്കുന്നത് അല്ലെ. അതേസമയം സ്മോളിന് എങ്ങനെയായിരുന്നു, ബേസിക് ലെവലായിരുന്നു. പക്ഷെ മിഡിലോട്ട് വരുമ്പോ എങ്ങനെയാണ്, കുറച്ചും കൂടെ റീസണബിൾ ലെവൽ ഓഫ് എമർജൻസി ആയിട്ട് ഇന്റൻസീവ് കെയർ ആണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് ആയിട്ട് തന്നെ കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ അവിടെ നമ്മൾ പറഞ്ഞു സ്മോൾ ഹോസ്പിറ്റലിൽ നമ്മൾ എന്താ പറഞ്ഞത്, ദേ ഔട്ട്സോഴ്സ് വാരിയസ് സർവീസസ് അല്ലെ, ഫാർമസി, റേഡിയോളജി അങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും അവർ പുറത്തോട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആണല്ലോ. സ്മോളിന് അങ്ങനെയല്ലേ. പക്ഷെ മിഡിലോട്ട് വരുമ്പോ എന്താ പ്രത്യേകത നോക്കിയേ, ദേ പറയുന്നു they will have most of the clinical support services such as diagnostics and the in-house services. അതായത് ക്ലിനിക്കൽ സേവനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയഗ്നോസ്റ്റിക്സ് പോലെയുള്ള രോഗനിർണയം, അതായത് നമ്മൾ ഈ ലാബ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ റേഡിയോളജി ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യില്ല, എക്സ്റേ സ്കാനിങ് അങ്ങനെയുള്ള, അതുപോലെ ഫാർമസി സൗകര്യങ്ങള്, അത്തരത്തിലുള്ള ക്ലിനിക്കൽ സപ്പോർട്ടുകൾ എല്ലാം തന്നെ ഇൻ ഹൗസ് സർവീസ് ആയിട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിനെ തന്നെ എന്ത് ചെയ്യും, അങ്ങനെയുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയി പറഞ്ഞത്. അപ്പൊ സ്മോളിലാണെങ്കിൽ എല്ലാ സേവനങ്ങളും എന്ത് ചെയ്യാണ്, ഔട്ട്സോഴ്സ് ചെയ്യാണ്. റേഡിയോളജി ആയിക്കോട്ടെ, ഫാർമസി ആയിക്കോട്ടെ, ലാബ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും ഔട്ട്സോഴ്സ് ചെയ്യാണ്. അതേസമയം ഇതിലോട്ട് വരുമ്പോൾ ക്ലിനിക്കൽ സേവനങ്ങൾ മാത്രം അവിടെ ഇൻ ഹൗസ് സർവീസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ക്ലിനിക്കൽ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ലാബും റേഡിയോളജി, ഫാർമസി അങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും എന്താണ്, അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയുള്ള സേവനങ്ങൾ അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് നോക്കിയേ, നോൺ ക്ലിനിക്കൽ സർവീസസ് ലൈക്ക് ഫുഡ് സർവീസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് എക്സെട്ര ആർ യൂഷ്വലി ഔട്ട്സോഴ്സ്ഡ് ഇൻ എ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. അതേസമയം എന്താണ്, നോൺ ക്ലിനിക്കൽ സർവീസസ് ഉണ്ടല്ലോ, ഒക്കെ നമ്മുടെ ഫുഡ് സർവീസ് അല്ലെങ്കിൽ ലോണ്ടറി മീൻസ് നമ്മളിപ്പോ ഉപയോഗിക്കും എന്താ പറയാ, ബെഡ്ഷീറ്റുകള് അല്ലെങ്കിൽ പുതപ്പ് അങ്ങനെയുള്ള ലോണ്ടറി തുണിത്തരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങള്, ഹൗസ് കീപ്പിംഗ്, ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എന്ത് ചെയ്യും, ഔട്ട്സോഴ്സ് ചെയ്യും. അതൊന്നും നമുക്ക് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യും, അത് നമ്മൾ കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നോൺ ക്ലിനിക്കൽ സർവീസ് മാത്രമാണ് അവര് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. അത്രയുള്ള പോയിന്റ്. അപ്പൊ ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നിങ്ങൾ നോക്കി, നമ്മൾ ആദ്യം പറഞ്ഞത് സ്മോൾ ഹോസ്പിറ്റല്, രണ്ടാമത് ഇപ്പൊ പറഞ്ഞത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. അപ്പൊ ഒന്ന് കമ്പയർ ചെയ്തേ, സ്മോളിൽ എത്രയായിരുന്നു ബെഡ്, 30 or less than 30. ഇങ്ങോട്ട് വരുമ്പോ എത്രയാ, 30 to 100 beds ആണല്ലോ. ഓക്കെ, പിന്നെ അവിടെ എന്തായിരുന്നു, ദേ ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ്. ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നത് അല്ലെ, ദേ ഹാവ് മോർ റിസോഴ്സ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽ ബട്ട് സോ കോംപ്രിഹെൻസീവ് ആസ് ദ ലാർജ് ഹോസ്പിറ്റൽ. അതിന്റെ ഇടയിലാണ് ആര് കിടക്കുന്നത്, മിഡ് സൈസ് കിടക്കുന്നത് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു സ്മോൾ ഹോസ്പിറ്റലിനെ സംബന്ധിക്കുകയാണെങ്കിൽ അവിടെ എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ ആയിട്ട് വെരി ബേസിക് ലെവലാണ്. മിഡിലോട്ട് വരുമ്പോ എങ്ങനെയാണ്, എമർജൻസി കെയർ ആൻഡ് ഇന്റൻസീവ് കെയർ ആയിട്ട് റീസണബിൾ ലെവലാണ് അല്ലെ. റീസണബിൾ ലെവൽ ഓഫ് എമർജൻസി ആൻഡ് എന്താ പറയാ ഇന്റൻസീവ് കെയർ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ സ്മോൾ ഹോസ്പിറ്റലിൽ നമ്മൾ എന്താ പറഞ്ഞത്, ദേ ഔട്ട്സോഴ്സ് ദ വാരിയസ് സർവീസസ് ലൈക്ക് ഫാർമസി, റേഡിയോളജി അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ഒരു ഒട്ടുമിക്ക സേവനങ്ങൾ അവർ ഔട്ട്സോഴ്സ് ചെയ്യും.
ഏതിനകത്ത്? സ്മോളിനകത്ത്. മിഡിലോട്ട് വരുമ്പോ എങ്ങനെയാണ്? എന്താണ്? പ്രൊവൈഡ് മറ്റേ ക്ലിനിക്കൽ സേവനങ്ങൾ അല്ലെ, ക്ലിനിക്കൽ സർവീസസ് ദേ പ്രൊവൈഡഡ് ആസ് എ ഇൻ ഹൗസ് സർവീസസ് അല്ലെ. ക്ലിനിക്കൽ സേവനങ്ങൾ അവര് ഇൻ ഹൗസ് സർവീസ് ആണ് അതേ ഹോസ്പിറ്റലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. അതേസമയം എന്താണ്? ദേ ഔട്ട്സോഴ്സ് നോൺ ക്ലിനിക്കൽ സർവീസസ് അല്ലെ, നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ മാത്രമാണ് അവരുടെ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ പോയിന്റ് കേട്ടോ. കിട്ടിയില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഇനി അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നത് ലാർജ് ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. അടുത്ത പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് ലാർജ് ഹോസ്പിറ്റൽസ് ആണ്. ലാർജ് ആകുമ്പോൾ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്നത് ഹോസ്പിറ്റൽസ് വിത്ത് മോർ ദാൻ 100 ബെഡ്സ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് എ ലാർജ് ഹോസ്പിറ്റൽ അല്ലെ. അപ്പൊ ബെഡുകളുടെ എണ്ണം വീണ്ടും വരികയാണ് അല്ലെ. എത്രയാണ്? മോർ ദാൻ 100 ആണ് കേട്ടോ. 100ൽ കൂടുതൽ ബെഡുകളുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മള് ലാർജ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്തായിരിക്കും? വെരി ഓഫൺ ദീസ് ഹോസ്പിറ്റൽസ് ഓഫർ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ്. അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവരെന്താണ്? മൾട്ടി സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളൊക്കെയാണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. പിന്നെ എന്താ പറയുന്നത്? ലാർജ് ഹോസ്പിറ്റൽസ് ഹാവ് എ പ്ലെന്റിഫുൾ റിസോഴ്സസ്. എന്താണ്? പ്ലെന്റിഫുൾ റിസോഴ്സസ്. സ്മോളില് ലിമിറ്റഡ് റിസോഴ്സ്, ഇവിടെ വരുമ്പോ ഇടയിലാണ് വരുന്നത് റിസോഴ്സ്. ലാർജിൽ വരുമ്പോ എങ്ങനെയാണ്? ദേ ഹാവ് പ്ലെന്റിഫുൾ റിസോഴ്സസ് അല്ലെ, ധാരാളമായിട്ട് അവർക്ക് എന്തുണ്ട്? റിസോഴ്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ ഹാൻഡിൽ ദ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ആൻഡ് കോംപ്ലക്സ് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ. കുറെ കൂടെ എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ കൂടുതൽ പേഷ്യൻസിനെയൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. കാരണം അതിനുള്ള സൗകര്യങ്ങൾ അവർക്ക് ഉണ്ട് അല്ലെ. പിന്നെന്താണ്? ദേ ടിപ്പിക്കലി ഹാവ് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ICU, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, എമർജൻസി കെയർ യൂണിറ്റ്സ് ആൻഡ് ഓൾ അതർ ക്ലിനിക്കൽ സപ്പോർട്ട് യൂണിറ്റ്സ് സച്ച് ആസ് ലബോറട്ടറി ആൻഡ് റേഡിയോളജി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേ ഡു നോട്ട് ഔട്ട്സോഴ്സ് ദ സർവീസ്. അതന്നെ എന്റെ അർത്ഥം. ദേ ഡു നോട്ട് ഔട്ട്സോഴ്സ് ദ സർവീസ്. ഒരു സർവീസ് അവർ എന്ത് ചെയ്യുന്നില്ല? ഔട്ട്സോഴ്സ് ചെയ്യുന്നില്ല, പുറത്തോട്ട് എഴുതി കൊടുക്കുന്നില്ല അല്ലെ. കാര്യം എന്താ? ക്ലിനിക്കൽ സേവനങ്ങളും നോൺ ക്ലിനിക്കൽ സേവനങ്ങളും എല്ലാം അവിടെ എവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും? അതേ ഹോസ്പിറ്റലിൽ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞേ. ലാസ്റ്റ് ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് കമ്പയർ ചെയ്ത് പറയാണ്. നിങ്ങൾ ജസ്റ്റ് പോയിന്റ്സ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മള് പ്രധാനമായിട്ടും സയൻസിനെ ബേസ് ചെയ്ത് മൂന്നായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ദെൻ ലാർജ് ഹോസ്പിറ്റൽ. ഓക്കെ, സ്മോളില് 30 or less than 30 ബെഡ്സ്. മിഡിൽ വരുമ്പോൾ എത്രയാണ്? 30 to 100 ബെഡ്സ്. ലാർജിൽ വരുമ്പോൾ മോർ ദാൻ 100 ബെഡ്സ് കേട്ടോ, മോർ ദാൻ 100 ബെഡ്സ്. ഇവിടെ സ്മോളില് നമ്മൾ എന്താ പറഞ്ഞേ? ദേ ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ്. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ദേ ഹാവ് മോർ റിസോഴ്സ് ദാൻ സ്മോൾ ഹോസ്പിറ്റൽ ബട്ട് സോ കോംപ്രിഹെൻസീവ് ആസ് ദ ലാർജ് ഹോസ്പിറ്റൽ. കാരണം കമ്പാരിസൺ ആണ്. ലാർജിലാകുമ്പോഴാണെങ്കിലോ ദേ ഹാവ് പ്ലെന്റിഫുൾ റിസോഴ്സസ് അല്ലെ, ധാരാളം റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് പറയാം സ്മോൾ ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞു എമർജൻസി കെയർ, ഇന്റൻസീവ് ആൻഡ് സർജിക്കൽ കെയർ ആർ അറ്റ് വെരി ബേസിക് ലെവൽ. മിഡിലോട്ട് വരുമ്പോഴെങ്ങനെയാണ്? ദേ പ്രൊവൈഡ് റീസണബിൾ ലെവൽ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു ഉയർന്ന രീതിയിൽ അല്ലെ, കുറച്ചും കൂടെ ഒരു നിലവാരമുള്ള രീതിയിൽ ഒരു റീസണബിൾ ലെവൽ ഓഫ് എമർജൻസി ആൻഡ് ഇന്റൻസീവ് കെയർ ആണ് അവിടെ കൊടുക്കുന്നത്. നമ്മുടെ ഇവിടെ ആണെങ്കിലോ ലാർജിലാകുമ്പോഴോ ദേ പ്രൊവൈഡ് എന്താണ്? കുറെ കൂടെ നല്ല കെയർ ആണ് അല്ലെ. ദേ പ്രൊവൈഡ് ഹൈ ലെവൽ ഓഫ് കെയർ ആണ് അവർ കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് എമർജൻസി അതുപോലെ തന്നെ ഇന്റൻസീവ് കെയർ ആർക്ക് എങ്ങനെയായിരിക്കും? ഹൈ ലെവലിലായിരിക്കും അവിടെ കൊടുക്കുന്നതായിരിക്കും ഇതിനകത്ത് ലാർജിനകത്ത്. പിന്നെ സ്മോൾ ഹോസ്പിറ്റലിനകത്ത് നമ്മൾ എന്താ പറഞ്ഞത്? ദേ ഔട്ട്സോഴ്സ് ദ വാരിയസ് സർവീസസ്. ഒരുവിധപ്പെട്ട എല്ലാ സർവീസും അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്നു. മിഡിൽ നമ്മൾ പറഞ്ഞു ക്ലിനിക്കൽ സർവീസസ് പ്രൊവൈഡഡ് ആസ് ഇൻ ഹൗസ് സർവീസ്. ഓൺലി നോൺ ക്ലിനിക്കൽ സർവീസസ് ആണ് പ്രൊവൈഡഡ് ഔട്ട്സോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ലാർജിൽ വരുമ്പോൾ എങ്ങനെയാണ്? ദേ ഡു നോട്ട് ഔട്ട്സോഴ്സ് ദ സർവീസ് അല്ലെ. അവർ ഒരു സർവീസും എന്ത് ചെയ്യുന്നില്ല? പുറത്തോട്ട് എടുക്കുന്നില്ല, ഔട്ട്സോഴ്സ് ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ബെഡുകളുടെ എണ്ണമാണ് കേട്ടോ. കാര്യം സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ്. അപ്പൊ കൂടുതൽ ചോദിച്ചു കണ്ടേക്കുന്നത് ബെഡുകളുടെ എണ്ണം വെച്ചിട്ടാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് ഡാഷ് ഹോസ്പിറ്റൽസ് ഹാവ് മോർ ദാൻ 100 ബെഡ്സ്. ഏത് ഹോസ്പിറ്റലാണെന്നൊക്കെ ചോദിക്കുന്നത്. അത് ലാർജ് ഹോസ്പിറ്റലാണ്. അങ്ങനെയാണ് കൂടുതൽ കണ്ടേക്കുന്നത് കേട്ടോ. പക്ഷെ ഈ പറയുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഒന്ന് വായിച്ചു നോക്കാമോ? ഇത്രയും ഭാഗങ്ങളൊന്ന് വായിക്കാമോ? നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കി, ഒരു 2 minutes വായിച്ചു നോക്കി, പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ നോക്കി.
ഒന്ന് വായിക്കൂട്ടോ. വായിച്ചു നോക്കിയോ? ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് നോക്കിയാലോ? നെക്സ്റ്റിലോട്ട് പോവാം നമുക്ക്. ഓക്കെ, വായിക്കണോട്ടാ. ഇനി അടുത്തത് രണ്ടാമത്തെ കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ എന്താ പറഞ്ഞത്? ലെവൽ ഓഫ് കെയർ ആണ് അല്ലെ? പരിചരണത്തിന്റെ നിലവാരം അല്ലെ? ലെവൽ ഓഫ് കെയർ. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മൂന്നായിട്ട് തന്നെയാണ് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. മൂന്നായിട്ട്. ഏതൊക്കെയാണെന്നറിയാമോ? പ്രൈമറി കെയർ ഹോസ്പിറ്റല്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ്, ദെൻ ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസ്. ഓക്കെ, ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ മൂന്നായിട്ട് തന്നെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആൻഡ് ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസ്. ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് എക്സാമ്പിളുകളാണ് കേട്ടോ. എക്സാമ്പിൾ ആണ് മെയിൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ എക്സാമ്പിൾ വെച്ച് തന്നെ അത് പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് വായിക്കാം. Another basis of classifying the hospitals is the level of care, which are basically three. എന്താണ്? സൗണ്ട് ക്ലിയർ അല്ലേ? വീണ്ടും പ്രശ്നമായോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. നിങ്ങൾ കുറച്ച് റേഞ്ചുള്ള സ്ഥലത്ത് പോയിരിക്കണം കേട്ടോ. ചിലപ്പോ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. വിട്ട് വിട്ട് കേൾക്കുന്നു അല്ലെ? പക്ഷെ വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. ചിലവർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അത് റേഞ്ചുള്ള സ്ഥലത്തൊന്ന് പോയിരിക്കണം കേട്ടോ. അടുത്തത് ലെവൽ ഓഫ് കെയർ കേട്ടോ. അനദർ ബേസിസ് ഓഫ് ക്ലാസിഫൈങ് ഹോസ്പിറ്റൽസ് ഈസ് ദ ലെവൽ ഓഫ് കെയർ, വിച്ച് ആർ ബേസിക്കലി ത്രീ. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെർഷ്യറി കെയർ കേട്ടോ. മൂന്നെണ്ണമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതൊക്കെ ആൾക്കാർ കേൾക്കാൻ പറ്റുന്നില്ലേ? ഒന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഒന്നും കൂടെ റീജോയിൻ ചെയ്ത് നോക്കിയേ. വേറെ ആർക്കും പ്രശ്നമില്ലല്ലോ? നോ പ്രോബ്ലം. ഓക്കെ, ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലെ? അപ്പൊ ശരി. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ പ്രൈമറി കെയർ കേട്ടോ. പ്രൈമറി കെയർ എന്ന് പറയുമ്പോൾ ദ ഹോസ്പിറ്റൽസ് ദാറ്റ് പ്രൊവൈഡ്, ശ്രദ്ധിക്കുക കേട്ടോ, ബേസിക് മെഡിക്കൽ കെയർ സച്ച് ആസ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, vaccination, medicine for the single ailment or seasonal infection, normal deliveries, etc. are called primary care hospitals. അപ്പൊ നിങ്ങൾ പ്രൈമറി കെയർ ഹോസ്പിറ്റലിനെ പറ്റി പറയുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ആള് വേറെ ആളില്ല. പ്രൈമറി ഹെൽത്ത് സെന്റർ ഇല്ലേ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളില്ലേ, അതിനൊക്കെ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഓരോ വാർഡിലേക്കായിട്ടും ഓരോ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാവില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ പോയിട്ടുള്ളവരായിരിക്കാം അല്ലെ? ഒട്ടും പോവാത്തവരാരെങ്കിലും ഉണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ളവരില്ലേ? പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയിട്ടുള്ളവരില്ലേ? ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാലോചിച്ചാൽ മതി. അത് തന്നെയാണ് ഏറ്റവും നല്ല ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന് പറയാൻ പറ്റുന്നത്. അത് മാത്രം മതി. ഓക്കെ, എല്ലാം നമ്മൾ എക്സാമ്പിൾ കാണുന്നത് ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കി കാണുന്നത് കേട്ടോ. ഇവിടെ പറയുന്നത് ദ ഹോസ്പിറ്റൽ ദാറ്റ് പ്രൊവൈഡ് ബേസിക് മെഡിക്കൽ കെയർ അല്ലെ? എങ്ങനെയൊക്കെയുള്ള ബേസിക് മെഡിക്കൽ കെയർ ആണ്? ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ അല്ലെ? ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന രോഗികൾക്ക് കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ? അതുപോലെ വാക്സിനേഷൻ സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല. ഇപ്പൊ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കൊക്കെ ആണെങ്കിലും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? വാക്സിനേഷൻ എടുക്കാനായിട്ട് സാധിക്കും അല്ലെ? അതുപോലെ തന്നെ മെഡിസിൻ ഫോർ ദ സിമ്പിൾ എയിൽമെന്റ് കേട്ടോ. എയിൽമെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അസുഖം എന്നാണ് കേട്ടോ. അലൈൻമെന്റ് എന്ന് വായിക്കല്ലേ? എയിൽമെന്റ് ആണ് കേട്ടോ. എയിൽമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡിസീസ് എന്നാണ് കേട്ടോ. അസുഖം, രോഗം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഈ വാക്കിന് പല സ്ഥലത്ത് വരും കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം.
മെഡിസിൻ ഫോർ ദ സിമ്പിൾ എലിമെന്റ് ഓഫ് സീസണൽ എലിമെന്റ്, സീസണൽ ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻ അല്ലെ, ചുമ, പനി, ജലദോഷം അങ്ങനെയൊക്കെ നമുക്ക് വരില്ലേ, അങ്ങനെയുള്ള സാധാരണപ്പെട്ട അസുഖങ്ങൾക്കുള്ള മെഡിസിൻസും. പിന്നെ എന്താ പറയുന്നത്, നോർമൽ ഡെലിവറീസ് എക്സെട്ര അല്ലെ, നോർമൽ ഡെലിവറികൾ. അപ്പൊ നിങ്ങൾ ആലോചിക്കും നോർമൽ ഡെലിവറി ഒക്കെ ഇന്നിപ്പോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കും അല്ലെ. ഇന്നത്തെ കാലമല്ല പറഞ്ഞത്, പണ്ടത്തെ കാലമാണ് പറഞ്ഞത് കേട്ടോ. ഇതിപ്പോ ഒരുവിധം എല്ലാ ഡെലിവറിയും എവിടെ തന്നെയാണ്, അത്യാവശ്യം നല്ല വലിയ ഹോസ്പിറ്റലുകളിലൊക്കെയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. പക്ഷെ പണ്ട് കാലത്ത് നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ അതിന് വലിയ റിസ്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കുന്ന അത്തരം ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എക്സാമ്പിൾ ഏതാ നോക്കിയേ. ഇൻ ഗവൺമെന്റ് സിസ്റ്റം പ്രൈമറി ഹെൽത്ത് സെന്റർ അഥവാ PHC ആർ ദ ഹോസ്പിറ്റൽസ് ദാറ്റ് പ്രൊവൈഡ് ദ പ്രൈമറി കെയർ. അതാണ് എക്സാമ്പിൾ കേട്ടോ. പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. പ്രൈമറി ഹെൽത്ത് സെന്റർ PHC. അതിന് PHC എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താണ്, പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നാണ് കേട്ടോ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ. പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആർ ദ സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. അറിയാലോ നമുക്ക്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞ ചെറിയ ഓർഗനൈസേഷൻ ആണ് അല്ലെ, വളരെ കുറച്ച് റിസോഴ്സുകൾ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ പഠിച്ചു വെക്കാം, പ്രൈമറി കെയർ എന്ന് പറയുന്നത് ബേസിക് മെഡിക്കൽ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ആണ്. എക്സാമ്പിൾ എന്താണ്, പ്രൈമറി ഹെൽത്ത് സെന്റർ PHC കേട്ടോ. അത് മാത്രം അതിനകത്ത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്തതാണ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് കേട്ടോ. സെക്കൻഡറി കെയർ അഥവാ നമ്മൾ ദ്വിതീയ പരിചരണം ഒക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെ പറ്റിയിട്ടാണ് ഇനി പഠിക്കുന്നത് കേട്ടോ. നോക്കാം. ദീസ് ആർ ദ ഹോസ്പിറ്റൽസ് ദാറ്റ് ഓഫർ മെഡിക്കൽ കെയർ വിച്ച് ഈസ് 1 level higher than primary care. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി കെയറിനേക്കാൾ ഒരു പടി മുന്നിൽ കൂടുതൽ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. Such hospitals will offer the treatments such as general surgery, non-complex specialty surgeries, basic intensive care clinical procedure, cesarean delivery, etc. അപ്പൊ നോക്കൂ, ഒരു പടി മുന്നിലുള്ള കെയറിംഗ് അല്ലേ ഇവർ കൊടുക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി ഉയർന്ന രീതിയിലുള്ള സേവനങ്ങളായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതായത് ചില ജനറൽ സർജറികള്, നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറി, വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ചില സർജറികൾ, ഇപ്പൊ കാറ്ററാക്ട് സർജറി, തിമിര ശസ്ത്രക്രിയകള്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഡെന്റൽ റിസ്റ്റോറേഷൻ സർജറികളൊക്കെ ഉണ്ടായിരിക്കും. അതെന്നൊക്കെ പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള സർജറികളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രോസസ്, സിസേറിയൻ സെക്ഷൻസ് കേട്ടോ. മറ്റൊരു നമ്മൾ നോർമൽ ഡെലിവറി അല്ലേ പറഞ്ഞു, ഇവിടെ ആകുമ്പോൾ സിസേറിയൻ ഡെലിവറി, അങ്ങനെയുള്ള സേവനങ്ങൾ, ആ രീതിയിലുള്ള പരിചരണങ്ങളൊക്കെ നമുക്ക് എവിടെ ലഭിക്കുന്നുണ്ട്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ നിന്നും ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എക്സാമ്പിൾ ആണ് അല്ലെ. എക്സാമ്പിൾ നോക്കിയേ. ഇൻ ഗവൺമെന്റ് സിസ്റ്റം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ CHC എന്നാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഏകദേശം ഒരു 4 പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, 4, 5 കേട്ടോ, 4 or 5 ആണ്. 4 or 5 പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കൂടിയതാണ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് കേട്ടോ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അതുപോലെ നമ്മള് താലൂക്ക് ആശുപത്രികളൊക്കെ ഇല്ലേ, താലൂക്ക് ആശുപത്രികള്, ജില്ലാ ആശുപത്രികള്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകള് അല്ലെ, അതായത് താലൂക്ക് ആശുപത്രികള്, ജില്ലാ ആശുപത്രികള്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കണേ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് കേട്ടോ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അറിയാലോ, ജില്ലാ ആശുപത്രികളാണ് കേട്ടോ. ജില്ലാ ആശുപത്രികള്, താലൂക്ക് ആശുപത്രികളൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഇതിന് എക്സാമ്പിൾ ആണ്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി നോക്കിയേ. സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആർ ബെറ്റർ റിസോഴ്സ്ഡ് ദാൻ പ്രൈമറി ഹോസ്പിറ്റൽസ് ആൻഡ് ക്യാൻ ഹാൻഡിൽ ദ ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസസ്. ഓക്കെ, നമുക്കറിയാം പ്രൈമറി അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേയും കൂടെ റിസോഴ്സസ് ഉള്ളത് കൊണ്ട് തന്നെ കുറേയും കൂടെ കൂടുതൽ എമർജൻസി കേസുകൾ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ്, ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് described in the earlier section generally offer the secondary care കേട്ടോ. നമ്മൾ നേരത്തെ
സൈസിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തില്ലേ? അതിനകത്ത് നമ്മൾ സ്മോൾ ഹോസ്പിറ്റലും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസും പറഞ്ഞില്ലേ? അതിനകത്ത് വരുന്ന ഒരു മെജോറിറ്റി ഓഫ് സ്മോൾ ഹോസ്പിറ്റൽസും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസും ഏത് കെയർ ആണ് കൊടുക്കുന്നത്? സെക്കൻഡറി കെയർ ആണ് കൊടുക്കുന്നത് കേട്ടോ. അതെടുത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ഡാഷ് ടൈപ്പ് ഓഫ് കെയർ. ഇങ്ങനെയുള്ള കെയർ ആണ് കൊടുക്കുന്നത്, സെക്കൻഡറി കെയർ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഓർത്ത് വെക്കാം, സെക്കൻഡറി കെയർ എന്ന് പറയുമ്പോൾ കുറേയും കൂടെ കൂടിയ ലെവൽ, അതായത് പ്രൈമറിയേക്കാളും കുറച്ചും കൂടെ കൂടിയ ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽസുകളാണ്. എക്സാമ്പിൾ പഠിച്ചു വെക്കാം: കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഡിവിഷണൽ ഹോസ്പിറ്റൽസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനും ഇടയിൽ വരുന്ന ആൾക്കാരാണ് ഡിവിഷണൽ ഹോസ്പിറ്റൽസ് കേട്ടോ. നമ്മൾ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികളല്ലേ, അതൊക്കെ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സൈസിനെ ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞ സ്മോൾ ഹോസ്പിറ്റലും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസും ഏത് ടൈപ്പ് ഓഫ് കെയർ ആണ് കൊടുക്കുന്നത്? സെക്കൻഡറി കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് കേട്ടോ, മൂന്നാമത്തതാണ് ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസ് കേട്ടോ. എന്താണ് നോക്കാം. These are the hospital with the most advanced level of care, അല്ലെ? ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. Okay, generally they offer super specialty care which is required in the field of cardiac, neuro, nephro, cancer, etc. ഇവിടെ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എങ്ങനെ കൊടുക്കാം? മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി കെയറുകളായിരിക്കും അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതായത് പ്രത്യേകം കാര്യങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് തന്നെ കെയർ അവർ കൊടുക്കും, അല്ലെ? ഇപ്പൊ നമുക്ക് കാർഡിയാക്ക് എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹൃദയ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെ? ന്യൂറോ എന്ന് പറയുന്നത് എന്താണ്? നെർവസ് സിസ്റ്റം ആണ്, അല്ലെ? നമ്മുടെ നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. നെഫ്രോ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നിങ്ങൾക്ക് അറിയാവുന്നവരൊന്ന് പറഞ്ഞേ. നെഫ്രോ എന്തുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമായിരിക്കും? നെഫ്രോളജി, ഫസ്റ്റ് ടൈം ആണോ? വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ദൈവപ്രിയ കറക്റ്റ് ആണ്. കിഡ്നിയാണ് കേട്ടോ, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്, അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. നീതു, ഫർഹാന, അശ്വതി കറക്റ്റ് ആണ് കേട്ടോ. കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗം, അല്ലെ? പിന്നെ ക്യാൻസർ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഓരോന്നിനും സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന വിഭാഗമായിട്ട് ഇവിടെ ഉണ്ടാവും. ആ രീതിയിലായിരിക്കും കെയർ കൊടുക്കുന്നുണ്ടാവുക. ഇനി നോക്കി, ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽസ് വിൽ ഹാവ് മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ് ആൻഡ് ഡോക്ടേഴ്സ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പെർട്ടൈസ്. അറിയാലോ, ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? അത്യാവശ്യം ഒരുപാട് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഒത്തിരി എക്സ്പേർട്ട് ആയിട്ടുള്ള, ട്രെയിനഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും മെഡിക്കൽ സ്റ്റാഫുകളും ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക, അല്ലെ? അതായത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. ഇനി നോക്കൂ, ദ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആൻഡ് ICU ഓഫ് സച്ച് ഹോസ്പിറ്റൽസ് വിൽ ടിപ്പിക്കലി ബി സ്റ്റേറ്റ് ഓഫ് ആർട്ട്. ഓക്കെ, എന്താണ് പറയുന്നത്? അത്തരം ഹോസ്പിറ്റലുകളിലെ ഓപ്പറേഷൻ തിയേറ്ററുകൾ അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഇങ്ങനെയുള്ളതെല്ലാം എന്തായിരിക്കും? ദാറ്റ് വിൽ ടിപ്പിക്കലി ബി സ്റ്റേറ്റ് ഓഫ് ആർട്ട്. സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞൊരു പ്രയോഗമാണ്. അതായത് ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യയോടുള്ള സൗകര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്, വേറൊന്നുമല്ല, ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകള് ഉപയോഗിച്ചുകൊണ്ടുള്ള സജ്ജീകരണങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. നമുക്ക് വേണ്ടൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. എന്താണ് എക്സാമ്പിള്? ഇൻ ഗവൺമെന്റ് സിസ്റ്റം ദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ആണ് ടെർഷ്യറി കെയർ, അല്ലെ? ഏതാണ്? മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ആണ് ഇതിന് എക്സാമ്പിള്, ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ. ക്ലിയർ ആയോ? അപ്പൊ പ്രൈമറി കെയറിന്റെ എക്സാമ്പിൾ PHC ആണ്, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളാണ്, അല്ലെ? സെക്കൻഡറി കെയറിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? CHC, അല്ലെ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഡിവിഷണൽ ഹോസ്പിറ്റൽസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആണ്, അല്ലെ? ടെർഷ്യറി കെയറിന്റെ എക്സാമ്പിൾ നമ്മൾ എന്താ പറഞ്ഞത്? മെഡിക്കൽ കോളേജ് ആണ് ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? അപ്പൊ ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ആയിട്ടാണ് ക്ലാസ്. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? എളുപ്പമല്ലേ? അപ്പൊ ഇനി ഇത്രയും മതി, ഞാൻ കൂടുതൽ എടുക്കുന്നില്ല, അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാണ്. നാളെ മറ്റന്നാളൊക്കെ എനിക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. ഇതേ ടൈം തന്നെയാണ്, 1:30 to 2:30. നാളെ മറ്റന്നാളൊക്കെ എന്റെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ,
ഇതുപോലെ പോയാൽ പോരെ, നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റണില്ലേ? ഇപ്പൊ ഞാൻ തീരെ പതുക്കെയാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ഒരു കുട്ടിക്ക് സ്പീഡ് കൂട്ടും. അത് വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് വല്ലാണ്ട് പതുക്കെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇല്ലാത്ത കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഫസ്റ്റ് ടൈം ക്ലാസ്സിൽ വരുന്നതിന്റെ ഒരു ഇതുണ്ടാവാം. അപ്പൊ അതൊക്കെ ഒന്ന് ഓക്കെ ആവുന്നത് വരെ നമുക്ക് ഇങ്ങനെ പോകാം കേട്ടോ. അത് കഴിഞ്ഞ് കുറെ ക്ലാസ്സുകളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആകുമ്പോൾ നമുക്കൊരു കുറച്ച് സ്പീഡിൽ നമുക്ക് പോകണം കേട്ടോ. നമ്മുടെ പോർഷൻസ് തീർന്നു പോകും. ഓക്കെ, കാര്യം ആദ്യത്തെ 3 മാസം കൊണ്ട് ഫസ്റ്റത്തെ മൊഡ്യൂൾസ് തീർക്കണം, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ തീർക്കണം. നെക്സ്റ്റ് 3 മാസം കൊണ്ടാണ് തേർഡ് ഫോർത്ത് മൊഡ്യൂൾ നമുക്ക് തീർക്കേണ്ടത് കേട്ടോ. 6 മാസത്തെ കോഴ്സ് അല്ലേ, അതിന് മുമ്പ് നമുക്ക് തീരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനത് അൺമ്യൂട്ട് ചെയ്യാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് എടുത്ത കാര്യങ്ങളൊക്കെ ഡെയിലി എന്നാണ് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. തുടക്കം ചാപ്റ്റേഴ്സുകളൊക്കെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ തേർഡും ഫോർത്തും മൊഡ്യൂളിലോട്ടൊക്കെ കടക്കുമ്പോൾ അവിടുത്തെ ചാപ്റ്ററുകൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്, ലെങ്ത് കൂടുതലാണ്. അപ്പോഴൊക്കെയാണ് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പൊ പരമാവധി നമ്മൾ ഓരോ ടീച്ചേഴ്സ് എടുക്കുന്നത് ഡെയിലി ഒരു പ്രാവശ്യം വായിക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ തിരക്കൊക്കെ ഉണ്ടാവും, എനിക്കറിയാം, വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവും, വേറെ ജോലിയുള്ളവരുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം, പിന്നെ നിങ്ങൾ മറന്നു പോകും കേട്ടോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈകിട്ട് ചെയ്യാം കേട്ടോ, നാളെ കാണാം. ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.